ഗൈസ്, പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. വേറെ മറ്റൊന്നും അല്ല കേട്ടോ, നമ്മുടെ അനിയും നന്ദുവും തമ്മിലുള്ള വിവാഹം അങ്ങ് നടക്കുകയാണ്. ഒരുപാട് പേരുടെ എതിർപ്പൊക്കെ അതിനുണ്ടായെങ്കിലും വിവാഹം നടക്കുകയാണ്. അതേസമയം നവീനുമായിട്ടുള്ള വിവാഹം മുടങ്ങി പോകുമ്പോഴാണ് കേട്ടോ അനി നന്ദുവിൻ്റെ കഴുത്തിൽ താലി കെട്ടുന്നത്. അതും ആദർശ് പറഞ്ഞിട്ട്. അനി അതെന്താണെന്ന് വെച്ചാൽ, നവീൻ വിവാഹം ആലോചിച്ചൊക്കെ ചെല്ലുന്നുണ്ടെങ്കിലും വിവാഹം വരെ എത്തുകയാണ്. എതിർക്കാൻ പറ്റുന്നേ ഇല്ല നന്ദുവിന്. അനിക്കാണേലും ഭയങ്കര വിഷമമുണ്ടെങ്കിലും നടക്കുന്നില്ല. പക്ഷെ വിവാഹ മുഹൂർത്തത്തിൽ ആ വിവാഹം അങ്ങ് മുടങ്ങി പോവുകയാണ് നവീൻ്റെ വീട്ടുകാർ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ നമ്മുടെ അനി തന്നെ നന്ദുവിൻ്റെ കഴുത്തിൽ താലി കെട്ടുകയാണ്. അതാണെങ്കിൽ ജാനകിക്കോ ഗോവിന്ദനോ കനകയ്ക്കോ ഒന്നും വലിയ താല്പര്യമില്ലാതെയാണ് കേട്ടോ. എന്നാലും വളരെ രസകരമായ ഒരു എപ്പിസോഡാണ്. അതിനുശേഷം അനിയും നന്ദും കുറേ പ്രതിസന്ധികളൊക്കെ നേരിടുന്നുണ്ട് കേട്ടോ. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നവീൻ വീട്ടിൽ ചെന്നിട്ട് നവീൻ്റെ മുത്തശ്ശനോട് പറയുന്നുണ്ടേ, അതെ മുത്തശ്ശ, ഞാനൊരു പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞില്ലേ, എനിക്ക് ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കണമെന്ന്. അപ്പോൾ മുത്തശ്ശൻ പറയാം, ആരാന്ന് നീ പറ, നിൻ്റെ അമ്മയെ പറഞ്ഞ് ഞാൻ സമ്മതിപ്പിക്കാമെന്ന് പറയാണ്. അപ്പോൾ ആ നവീൻ പറയുന്നുണ്ട്, ഇല്ല മുത്തശ്ശ, അമ്മ സമ്മതിക്കില്ല, അമ്മയുടെ മനസ്സിലുള്ളത് പോലുള്ള ഒരു പെൺകുട്ടിയൊന്നും അല്ല അതെന്ന് പറയാം. അപ്പോൾ മുത്തശ്ശൻ തന്നെ പറയാം, അത് നീ തന്നെ പറഞ്ഞതാണല്ലോ, അമ്മയുടെ മനസ്സിൽ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയായിരിക്കില്ലെന്ന്. അപ്പോഴേ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, വെറുതെ ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങളൊന്നും മനസ്സിൽ കൊണ്ട് നടക്കണ്ടെന്ന്. അങ്ങനെ കൊണ്ട് നടന്നാൽ അതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന്. എന്തായാലും നിൻ്റെ അമ്മയെ വെറുപ്പിച്ചിട്ട് ഇങ്ങനൊരു വിവാഹം കഴിച്ചാൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവും തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുക. അല്ല മുത്തശ്ശ, എനിക്ക് ആ പെൺകുട്ടിയെ വളരെ ഇഷ്ടപ്പെട്ടു. മുത്തശ്ശൻ ആരാണ് ആ പെൺകുട്ടി എന്ന് അറിയുമ്പോൾ മുത്തശ്ശനെ സമ്മതിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അതുപോലെ നല്ല സ്വഭാവമുള്ളൊരു പെൺകുട്ടിയാണെന്ന് പറയണം. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഏത് കുടുംബത്തിലെയാ, കുടുംബ മഹിമയൊക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുക. അപ്പം നവീൻ പറയുന്നുണ്ട്, കുടുംബ മഹിമയ്ക്കൊന്നും ഒരു കുറവുമില്ല, പിന്നെ പണത്തിന് ഇത്തിരി കുറവുണ്ടെന്നേ ഉള്ളൂ, പക്ഷേ അന്തസ്സും അഭിജാതിയൊക്കെ ഉള്ള നല്ലൊരു കുടുംബത്തിലെ നല്ലൊരു പെൺകുട്ടിയാണ് മുത്തശ്ശ എന്ന് പറയാം. അപ്പോൾ ചോദിക്കുന്നുണ്ടേ, എന്താ നമ്മളുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ, നമുക്ക് പരിചയമുള്ള ആരെങ്കിലും ആണോടാന്ന് ചോദിക്കുക. അപ്പം നവീൻ പറയാം, അതേ പരിചയമുള്ള ആളാ, മുത്തശ്ശന് ഏറ്റവും പ്രിയപ്പെട്ട അനന്തപുരിയിലെ മുത്തശ്ശനില്ലേ, മൂർത്തി മുത്തശ്ശന് ഒരുപാട് ഇഷ്ടമുള്ളൊരു പെൺകുട്ടിയാണ്. മൂർത്തി മുത്തശ്ശന് കൊച്ചുമോളെ പോലെയുള്ളൊരു പെൺകുട്ടിയാന്ന് പറയുമ്പം നവീൻ്റെ മുത്തശ്ശനും അങ്ങ് വീണു പോവുക. നവീൻ്റെ മുത്തശ്ശൻ പറയാം, ആണോടാ, ആഹാ, മൂർത്തി സാറിന് കൊച്ചുമോളെ പോലെയുള്ള കുട്ടിയാകുമ്പം നല്ലൊരു പെൺകുട്ടി ആയിരിക്കുമല്ലോ, പിന്നെ എന്താ നിൻ്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് നീ പറയുന്നതിൻ്റെ കാരണം? അത് മുത്തശ്ശ, അവൾ ഒരു തൻ്റെടിയാണ്, അവൾ ഒരു പോലീസ് ഓഫീസറാണ്, അതുകൊണ്ട് തന്നെ അവളെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടില്ലെന്നാണ് പറഞ്ഞത്, പക്ഷെ നല്ല പെൺകുട്ടിയെ മുത്തശ്ശ എന്ന് പറയുമ്പോൾ, ആരാത് നീ പറഞ്ഞു, എന്നിട്ട് നിൻ്റെ അമ്മയെ പറഞ്ഞ് ഞാനൊന്ന് സമ്മതിപ്പിക്കാം, ഞാനൊന്ന് അവളോട് സംസാരിച്ച് നോക്കാം, ഏതായാലും അനന്തപുരിക്കാരുമൊക്കെ ആയിട്ട് ബന്ധമുള്ള കുട്ടിയല്ലേ, അപ്പോൾ അത്ര മോശം ഒരു ആലോചനയൊന്നും ആ വഴിയില്ല, നീ പറ ആരാണെന്ന് പറയുക. അപ്പം നവീൻ പറയാം, അത് അച്ഛ, ആ നന്ദാവനത്തിലെ കനകയുടെയും ഗോവിന്ദൻ്റെയും മോള് നന്ദു ആണെന്ന് പറയണം. അപ്പം മുത്തശ്ശൻ ഞെട്ടിപ്പോവാണ്. ആമീൻ്റെ മുത്തശ്ശൻ, എന്ത് നന്ദുവോ? നന്ദു എസ് ഐ അല്ലേടാ? അതെ, നന്ദു എസ് ഐ ആണ്. അവളെപ്പോലെ ഒരു പെൺകുട്ടിയെ നിൻ്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോഴേ നവീൻ പറയുന്നുണ്ട്, അത് മുത്തശ്ശൻ പറ, നന്ദുവിൻ്റെ സ്വഭാവം എങ്ങനെയുണ്ട്? നന്ദുവിനെ മുത്തശ്ശൻ കണ്ടിട്ടുള്ളതല്ലേ, സംസാരിച്ചിട്ടുള്ളതല്ലേ, അവൾ നല്ലൊരു പെൺകുട്ടിയല്ലേ, നമ്മുടെ കുടുംബത്തിന് ചേരുന്ന പെൺകുട്ടി തന്നെയല്ലേ എന്ന് ചോദിക്കുക. അപ്പം മുത്തച്ഛൻ പറയുകയാണേ, അതെ, അങ്ങനെ തന്നെയാണ്, നന്ദുമോളെ ഞാൻ കണ്ടിട്ടുണ്ട്, അവളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, ഈ കുടുംബത്തിന് ചേർന്ന പെൺകുട്ടി തന്നെയാണ് അവൾ, നല്ല സ്വഭാവമാണ്, അവളെ കുറ്റം പറയാനൊന്നുമില്ല. പിന്നെ എന്തുകൊണ്ടാണ് മുത്തശ്ശ അമ്മയ്ക്ക് ഇഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞ് ഇത് ഒഴിവാക്കുന്നത്? നന്ദു എൻ്റെ മനസ്സിൽ കയറി കൂടിയിട്ട് കുറച്ച് നാളായി, നന്ദുവിനോട് പോലും ഈ വിവരം ഞാൻ തിരിച്ചു പറഞ്ഞിട്ടില്ല എന്ന് പറയാം. അപ്പം മുത്തശ്ശൻ പറയാം, ആഹാ, നന്ദുവിനോട് പോലും നീ പറഞ്ഞിട്ടില്ലേ, പിന്നെ നീ എന്ത് പ്രേമമാണെന്നാണ് പറഞ്ഞാടാ നടക്കുന്നത്, അവൾക്ക് കൂടി ഇഷ്ടമാണോ എന്ന് അറിയണ്ടേന്ന് ചോദിക്കാം. അപ്പം നവീൻ പറയുന്നുണ്ട്, അവൾക്ക് ഇഷ്ടമൊക്കെയാ, അത് ഞാൻ ഒരാളെ കൊണ്ട് ചോദിപ്പിച്ചിട്ടുണ്ടെന്ന് പറയാം. അത് അനിയെ കൊണ്ടാണ് ചോദിപ്പിച്ചത്, അനിയും നന്ദുവും ബെസ്റ്റ് ഫ്രണ്ട്സാണ്, അതുകൊണ്ട് തന്നെ അനി അവളുടെ മനസ്സറിഞ്ഞതാ. അപ്പോൾ അനി പറയുന്നത് നന്ദുവിനെ ഇഷ്ടമായിരിക്കുമെന്ന് തന്നെയാണ്, അതുകൊണ്ട് ആ കാര്യത്തിൽ നമുക്കൊരു സംശയവും വേണ്ട. പിന്നെ അമ്മ സമ്മതിക്കാത്തത് കൊണ്ടാണ് ഞാൻ അവളോട് നേരിട്ട് പറയാതിരുന്നത്, വെറുതെ ഒരു പെൺകുട്ടിക്ക് ആഗ്രഹം കൊടുത്തിട്ട്. മുത്തശ്ശൻ പറയാണ്, എനിക്ക് നന്ദുവിനെ ഇഷ്ടമൊക്കെയാണ്, പക്ഷെ അവളൊരു എസ് ഐ ആയതുകൊണ്ടും ജോലിക്കായിട്ട് ഒക്കെയും നല്ല തൻ്റെ ഒക്കെ ഉള്ള വീട്ടിൽ ഒതുങ്ങിക്കൂടി നിൽക്കാൻ താല്പര്യമില്ലാത്ത ഒരു പെൺകുട്ടി ആയതുകൊണ്ട് നിൻ്റെ അമ്മ എന്ത് പറയുമെന്ന് അറിയില്ല എന്ന് പറയുമ്പം മുത്തശ്ശൻ അമ്മയോടൊന്ന് ചോദിച്ച് സമ്മതിപ്പിക്കുക, എങ്ങനെയെങ്കിലും നന്ദുവിൻ്റെ വീട്ടുകാരുമായിട്ട് ഈ വിവാഹത്തെക്കുറിച്ച് സംസാരിക്കണം, എന്നിട്ട് നന്ദുവിനെ എനിക്ക് വിവാഹം കഴിക്കണം എന്ന് പറയണം. അങ്ങനെ മുത്തശ്ശൻ പോവാണ് കേട്ടോ. മുത്തശ്ശൻ ചെന്നിട്ട് നവീൻ്റെ അമ്മയെ കണ്ടിട്ട് അമ്മയോട് പറയുന്നുണ്ട്, അതെ എടി, അവൻ ഇങ്ങനെ ഒരു പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നോ നിന്നോട്, അവനൊരു പെൺകുട്ടി ഇഷ്ടമാണെന്നുള്ള കാര്യം പറഞ്ഞില്ലായിരുന്നോ എന്ന് ചോദിക്കുക. അപ്പം നവീൻ്റെ അമ്മ പറയുക, ശരിയാ പറഞ്ഞിരുന്നു, അത് വേണ്ടാന്ന് തന്നെ ഞാൻ അവനോട് പറഞ്ഞല്ലോ,
അവൻ പറഞ്ഞത് കുടുംബത്ത് അടങ്ങിക്കൂടി കൂടുന്ന ഒരു പെൺകുട്ടിയല്ലെന്നും അവളൊരു ജോലി ഒക്കെ ഉള്ള ഒരു പെൺകുട്ടിയാണെന്നും ഒക്കെയാണല്ലോ. അങ്ങനെ തൻ്റെടിയായ ഒരു മരുമോളെ എനിക്ക് വേണ്ട എന്നുള്ള രീതിയിൽ ഞാൻ അവനോട് പറഞ്ഞത് നിന്നെ ഒഴിവാക്കിയതാണല്ലോ എന്ന് പറയുക. അപ്പം മുത്തശ്ശൻ പറയുന്നത്, എടി നിനക്ക് ഒരു കാര്യങ്ങൾ മനസ്സിലാകാത്തത് കൊണ്ടാണ്. അവൻ്റെ മനസ്സ് നീ മനസ്സിലാക്കണം. നിനക്ക് അവനല്ലേ ഉള്ളൂ, അവൻ്റെ കാര്യങ്ങൾ കൂടി മനസ്സിലാക്കണ്ടേ? നിന്റെ മാത്രം ഇഷ്ടം നോക്കിയാൽ മതിയോ? അവൻ്റെ ഇഷ്ടം കൂടി നോക്കണ്ടേ? അപ്പം നവീൻ്റെ അമ്മ പറയുന്നുണ്ട്, അച്ഛനെന്താ ഇപ്പം അവന് വക്കാലത്തുമായിട്ട് വന്നിരിക്കുകയാണോ? അവനെന്താ വന്ന് അച്ഛനോട് ആരാ പെൺകുട്ടി എന്ന് പറഞ്ഞോ? അവൻ ഒഴിവാക്കാൻ പറ്റിയല്ലേ അവളെ? ഇത്രയും നാളും അതിനെക്കുറിച്ചൊന്നും പറയാതിരുന്നപ്പം അതവൻ വേണ്ടെന്ന് വെച്ചെന്നാണ് ഞാൻ ചിന്തിച്ചത്. ഇപ്പം എന്താ വീണ്ടും അച്ഛനോട് വന്ന് കെഞ്ചിയോന്ന് ചോദിക്കുക. അപ്പം മുത്തശ്ശൻ പറയാം, എടിയ അവനും പ്രായം ഇത്രയായില്ലേ, അവനും ഒരു വിവാഹ ജീവിതമൊക്കെ വേണ്ടേ? മനസ്സിന് ഇഷ്ടപ്പെടാത്ത ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് ജീവിക്കാൻ അവനോട് പറഞ്ഞാൽ അത് ശരിയാവൊന്നുമില്ല. അതിന് നല്ലത് ഈ ബന്ധം തന്നെയാണ്. ഞാൻ നോക്കിയിട്ട് ഈ ബന്ധത്തിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ആ പെൺകുട്ടി വലിയ സമ്പത്തുള്ള വീട്ടിലൊന്നും അല്ല, നല്ല അനുസരണയും അതുപോലെ തന്നെ നല്ല എല്ലാവരെയും ബഹുമാനിക്കാൻ അറിയാവുന്നൊക്കെ ഒരു പെൺകുട്ടിയാണെന്ന് പറയാം. ആരാച്ചാ ആരാന്ന് പറയുമ്പോൾ പറയാണ്, നന്ദു ഇല്ലേ, SI നന്ദു, അവളാണെന്ന് പറയാം. അപ്പം നവീൻ്റെ അമ്മ പൊട്ടിത്തെറിക്കുക, പിന്നെ SI നന്ദു, അവളെപ്പോലൊരു പെൺകുട്ടിയെ ഇവിടെ വിവാഹം കഴിച്ച് കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കില്ല. അവളെ പോയിട്ട് അതുപോലുള്ള ഒരുത്തിയെ പോലും ഈ വീട്ടിലേക്ക് ഞാൻ കയറ്റില്ല. അവളുടെ നടപ്പ് ഭാവമൊക്കെ കണ്ടില്ലേ, തലമുടി വരെ വെട്ടിവെച്ച് മൊട്ടയായിട്ട് നടക്കുക. SI ആണ്, അവൾ ചെന്ന് ചാടാത്ത പ്രശ്നങ്ങളൊന്നുമില്ല, ആരെയും കൂസാത്ത സ്വഭാവം അവൾക്ക്. അങ്ങനെയുള്ള ഒരുത്തി ഈ വീട്ടിൽ കൊണ്ടുവന്നിട്ട് എൻ്റെ മരുമോളായിട്ട് ജീവിക്കാൻ അത് പറ്റില്ല. ഇനിയിപ്പം അവൻ ഇത് വേണമെന്നുണ്ടെങ്കിൽ അവൻ അവളെ വിവാഹം കഴിച്ച് എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ. അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു കൊടുക്കുന്നുണ്ടേ, നീ ഇങ്ങനെ കട്ടയ്ക്ക് തീരുമാനമൊന്നും എടുക്കാതെ, നിനക്കൊരു മോനേ ഉള്ളൂ, അവൻ്റെ സന്തോഷമല്ലേ വലുത്. നന്ദുവിന് എന്താ കുഴപ്പം? നല്ല വിദ്യാഭ്യാസമില്ലേ, അതുപോലെ അവളുടെ ജോലി തൻ്റെ ഇടത്തിൽ ചെയ്യില്ലേ? ഇന്നത്തെ കാലത്തെ പെൺകുട്ടികളെല്ലാം അങ്ങനെ വേണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. നിന്റെ മകനും ഒരു വക്കീലല്ലേ, അവനും അങ്ങനെ ഒരു പെൺകുട്ടിയെ ആഗ്രഹിച്ചില്ല, എന്താ തെറ്റ്? അങ്ങനെ പെട്ടെന്ന് ഒരു പെണ്ണിൻ്റെ മനസ്സിൽ കയറി വീഴുന്നവനൊന്നും അല്ല നവീൻ. അവൻ പല കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അവളുടെ ജീവിത രീതിയും ഒക്കെ അവന് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടല്ലേ നമ്മുടെ മോൻ ഇത്രയും നാളും ഇത് മനസ്സിൽ കൊണ്ട് നടന്ന് നിന്റെ അനുവാദത്തിന് കാത്തു നിന്നില്ലേ? അവരെടുത്തു ചാടി ഒരു തീരുമാനമൊന്നും എടുത്തില്ലല്ലോ. അവളുമായിട്ട് ഒളിച്ചോടാവുന്നോ അല്ലെങ്കിൽ രജിസ്റ്റർ മാരേജ് ചെയ്യാമെന്നൊന്നും നവീൻ തീരുമാനിച്ചിട്ടില്ല. അമ്മയുടെ കൂടെ സമ്മതത്തോടെ ഒരു വിവാഹം നടത്തണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അതും നന്ദുവിൻ്റെ വീട്ടുകാരോട് കൂടി നമ്മൾ ആലോചിക്കണം എന്നാ പറഞ്ഞത്. അങ്ങനെയുള്ളപ്പം നീ ഇങ്ങനെ തുടങ്ങല്ലേ എന്ന് പറയാ. അപ്പം നവീൻ്റെ അമ്മ പറയാം, അച്ഛൻ വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വന്നാൽ എനിക്കിതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ അച്ഛൻ നോക്കിക്കോ, ഈ വിവാഹം കഴിഞ്ഞ് അവൾ ഇവിടെ വന്നാലും ഇവിടെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഒരു ജീവിതം ഉണ്ടാവില്ല. ഞാനും അവളും കൂടെ ചേരുമെന്നൊന്നും തോന്നുന്നില്ല. അപ്പോഴും പിന്നെ നവീൻ അവളുമായിട്ട് വേറെ വീട്ടിലേക്ക് പോകേണ്ടി വരും. അപ്പം മുത്തശ്ശൻ പറയാം, നീയും ഒന്ന് ക്ഷമിക്കണം, നീയും ഇന്നത്തെ കാലത്ത് ജീവിക്കുന്നതെന്ന് വിചാരിക്കണം. എല്ലാം നിന്റെ ഇഷ്ടത്തിന് തന്നെ നടക്കണമെന്ന് വിചാരിച്ചാൽ അത് ശരിയാവില്ല. നവീനും ഒരു പ്രായപൂർത്തിയായ പുരുഷനല്ലേ, അവനും ഉണ്ടാവില്ലേ ആഗ്രഹങ്ങളൊക്കെ. ഇനിയിപ്പോൾ ഇവിടെ വന്ന് നന്ദു താമസിച്ചതിന് ശേഷം അവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായില്ല, അല്ലെങ്കിൽ ഇവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായില്ല, അവർ മാറി താമസിച്ചോട്ടെ. ഇല്ലെങ്കിൽ അവരെന്താണെന്ന് വെച്ചാൽ അവരുടെ ജീവിതം തീരുമാനിക്കട്ടെ. നമ്മളെപ്പോലെ പ്രായമായവർ ഇനിയും അവരുടെ ജീവിതത്തിൽ ഇടപെട്ട് അതൊക്കെ അവരുടെ സന്തോഷം ഇല്ലാതാക്കരുത്. നീ ഇതിന് സമ്മതിക്കണം എന്ന് പറയാം. അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് പറഞ്ഞൊക്കെ കഴിയുമ്പം നവീൻ്റെ അമ്മ പറയാം, അച്ഛൻ്റെ നിർബന്ധമല്ലേ, അച്ഛൻ പറയുന്നതിനൊന്നും ഞാൻ ഇതുവരെ എതിർത്തി നിന്നിട്ടില്ല, അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഇനിയിപ്പോൾ ഞാൻ സമ്മതിക്കാത്തത് കൊണ്ട് അവൻ്റെ സന്തോഷം ഇല്ലാതാവണ്ട. ഞാൻ സമ്മതിച്ചേക്കാം, പക്ഷേ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, അവളുടെ വീട്ടുകാരും സമ്മതിക്കണം, അതുപോലെ അവൾ അടങ്ങി ഒതുങ്ങി ഇവിടെ ജീവിക്കുകയും വേണം. അതൊക്കെ എങ്ങനെയെങ്കിലും ആകും, വിവാഹം കഴിഞ്ഞുള്ള കാര്യമല്ലേ അത്, നീ സമ്മതിക്കുന്നു പറയാം. അപ്പോൾ സമ്മതിക്കാമെന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പം ആ കനകയുടെയും ഗോവിന്ദൻ്റെയും വീട്ടിൽ ചെന്ന് നമ്മൾ നവീന് പെണ്ണ് ചോദിക്കണം. അങ്ങനെ വേണം കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാൻ. കുട്ടികളായിട്ടൊരു തീരുമാനം എടുത്തിട്ട് കാര്യമില്ല എന്ന് പറയാം. അപ്പം നവീൻ്റെ അമ്മയെ പറയുന്നുണ്ട്, ശരിയാ, അവിടെ ചെന്ന് പെണ്ണ് ചോദിക്കുക തന്നെ വേണം. എല്ലാം ശരിയായ രീതിയിൽ നടക്കണം, ചടങ്ങുകളൊക്കെ അതേ രീതിയിൽ തന്നെ നടക്കണം എന്നാണ് എനിക്ക് നിർബന്ധം. അല്ലാതെ ഇവർ തമ്മിൽ ഒറ്റയ്ക്കൊരു തീരുമാനം എടുത്ത് ചാടുന്നൊന്നും എനിക്ക് താല്പര്യമില്ല എന്ന് പറയാം. അപ്പം നവീനും പറയാം, ശരിയാമേ, ഞാൻ പറഞ്ഞത് അവിടെ ചെന്ന് അമ്മയും മുത്തശ്ശനും കൂടെ ചെന്ന് നന്ദുവിൻ്റെ അച്ഛനെയും അമ്മയും കണ്ട് സംസാരിക്കണം, അതുപോലെ ആദർശേട്ടനും നയനിയും എല്ലാവരുമായിട്ട് സംസാരിക്കണം എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞുള്ളൊരു എപ്പിസോഡാണ്. അങ്ങനെ ആദർശമൊക്കെ ഉണ്ട് ഈ സമയത്ത്. അപ്പം നവീൻ അനിയോട് പറയുന്നുണ്ട്, അനി ദേ ഒരു കാര്യം ഞാൻ പറയാം, നന്ദുവായിട്ടുള്ള എൻ്റെ വിവാഹത്തിന് അമ്മ സമ്മതിച്ചെന്ന് പറയാം. അപ്പം നവീൻ്റെ ഇത് പറഞ്ഞു കഴിയുമ്പോൾ അനിക്ക് ഭയങ്കര പ്രശ്നമാവുകയാണ്. അനി ആ ഒരു വിവരം ചെന്ന് നന്ദുവിനോട് പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, നവീന് നന്ദുവിനെ ഇഷ്ടമാണെന്നുള്ള കാര്യം. അപ്പോൾ അനിയോട് നവീൻ ചോദിക്കുന്നുണ്ട്, നീ നന്ദുവിനോട് പറഞ്ഞ് നന്ദുവിൻ്റെ മനസ്സൊക്കെ അറിഞ്ഞാലേ നീ ചോദിക്കുക.
അപ്പോൾ അനി പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഞാൻ അറിഞ്ഞതാണ്, പക്ഷേ അവള് നവീനാണെന്ന് അറിഞ്ഞിട്ടില്ല, പക്ഷേ വേറെ ആരും അവളുടെ മനസ്സിലുണ്ടെന്ന് തോന്നുന്നില്ലെന്നൊക്കെ ഇങ്ങനെ ഉരുണ്ട് കളിക്കുക. അപ്പം നവീൻ പറയാ അത് കുഴപ്പമില്ല, അടുത്ത ദിവസം തന്നെ മുത്തച്ഛനും അമ്മയും കൂടി അവരുടെ വീട്ടിൽ പോയി പെണ്ണ് ചോദിക്കുന്നുണ്ട്, പിന്നെ കാര്യങ്ങളൊക്കെ എളുപ്പമായിക്കോളും, നന്ദു നോ പറയാതിരുന്നാൽ മാത്രം മതി എന്ന് പറയാ. അപ്പോഴേക്കും അനിയുടെ ഗ്യാസ് ഫുള്ള് പോവുക. അനി ഫോണങ്ങ് വെക്കുക. എന്നിട്ട് അനി നന്ദുവിൻ്റെ അടുത്ത് പോവുക. നന്ദുവിൻ്റെ അടുത്ത് ചെന്നേച്ച് നന്ദുവിനെ കണ്ട് സംസാരിക്കാൻ വേണ്ടി പോകുമ്പോൾ നന്ദു ചോദിക്കുക, എന്താ നീ ഇപ്പോൾ ഈ സമയത്ത് നീ വന്ന് എന്തിനാന്ന് ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട്, ഒരു കാര്യം പറയാനുണ്ട്, നീ എന്നോട് ക്ഷമിക്കണം, കുറച്ച് നാളായിട്ട് എൻ്റെ മനസ്സിൽ കിടന്ന ഒരു കാര്യമാണ്, അത് ഇതുവരെ പറയാൻ എനിക്ക് പറ്റിയില്ല, അതുകൊണ്ടാണെന്ന് പറയുന്നത്. അപ്പം നന്ദു ചോദിക്കുക, എന്താ നീ എന്ന് ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട്, അതെ വേറൊരു കാര്യമാണ്, നവീനില്ലേ, നവീൻ്റെ മനസ്സിൽ ഒരു പെൺകുട്ടിയുണ്ടെന്ന് നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ നന്ദു പറയുന്നുണ്ടേ, ഉണ്ട് പറഞ്ഞിട്ടുണ്ട് അനി പറഞ്ഞിട്ടുണ്ട്, അത് അത് നീയാ, മറ്റാരുമല്ല, അതെന്നോട് നവീൻ പറഞ്ഞതാ, പക്ഷെ നിന്നോട് പല പ്രാവശ്യം അത് തുറന്ന് പറയണമെന്ന് വന്നപ്പം അത് പറയാൻ പോലുള്ള മനക്കെട്ടി എനിക്ക് ഉണ്ടായില്ല നന്ദു, അതുകൊണ്ട് നീ എന്നോട് ക്ഷമിക്കണം ഇക്കാര്യത്തിലെന്ന് പറയാം. അപ്പം നന്ദു പറയും, എന്താ അനി പറയുന്നത്, നവീൻ്റെ മനസ്സിൽ ഞാനാവുള്ളെന്നോ, നവീനേട്ടൻ അങ്ങനെയൊന്നും എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിന്നോട് സംസാരിക്കണമെന്നും പറഞ്ഞു, പക്ഷേ എനിക്കത് നിന്നോട് സംസാരിക്കാൻ പോലും തോന്നിയില്ല. ഇനി ഞാൻ നിന്നോടത് സംസാരിച്ചാൽ നിന്റെ മനസ്സിലും അങ്ങനെ ഒരു ഇഷ്ടം വന്നു പോയാലോ, അതൊന്നും എനിക്ക് ഓർക്കാൻ പോലും പറ്റാഞ്ഞിട്ടാണ് നന്ദു എന്ന് പറയാം. നന്ദു പറയുന്നുണ്ട്, എന്താ നീതി, അങ്ങനെ ഒരു ഇഷ്ടം വരുമോ, നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞതല്ലേ, ഇനിയിപ്പം നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതല്ലേ, ഇനി ആകാശം എലിഞ്ഞു വീണാലും അതിനൊന്നും പറ്റില്ല, പിന്നെ എന്തിനാ നീ ഇങ്ങനെ പറയാതിരുന്നത്, നീ എന്തിനാ ടെൻഷൻ അടിച്ചത്. അപ്പം അനി പറയും, ഇപ്പം അതൊന്നും അല്ല പ്രശ്നം, നവീൻ എന്നോട് ആ കാര്യം പറഞ്ഞില്ലെങ്കിലും അവരുടെ വീട്ടുകാരൊക്കെ ദേ ഇപ്പോൾ സമ്മതിച്ചു, ആകെ മൊത്ത പ്രശ്നമായിരിക്കായിരുന്നു, ഇത്രയും നാൾ നവീൻ്റെ അമ്മ സമ്മതിക്കുന്നില്ലായിരുന്നു, നന്ദു ഒരു പോലീസോ അതുപോലെ വക്കീലോ അങ്ങനെ ഒരു പെൺകുട്ടിയൊന്നും വേണ്ടാന്നായിരുന്നു അവരുടെ തീരുമാനം, വീട്ടിൽ അടങ്ങിക്കൂടി കുടുംബിനിയായിട്ട് ജീവിക്കുന്ന ഒരു പെൺകുട്ടി മതിയെന്നായിരുന്നു അവരുടെ അമ്മയുടെ തീരുമാനം. ഇപ്പം ആ തീരുമാനങ്ങളൊക്കെ മാറ്റി നിന്നുമായിട്ടുള്ള വിവാഹത്തിന് അവർ സമ്മതിച്ചിരിക്കുകയാണ്, അങ്ങനെ അവർ നിൻ്റെ അമ്മയും അച്ഛനെയും കാണാൻ വരാൻ തീരുമാനിച്ചിരിക്കുക. ഇനിയിപ്പോൾ ഒരു കാര്യങ്ങൾ നടക്കില്ലല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇത്രയും നാൾ ഓർത്തത് ഇത് എങ്ങനെയെങ്കിലും മുടങ്ങിപ്പോവും, അമ്മ സമ്മതിക്കാത്തതുകൊണ്ട് ഈ വിവാഹം നടക്കില്ല എന്നൊക്കെയാ, പക്ഷേ ഇപ്പം ഇനി അതൊന്നും പറ്റില്ലല്ലോ, ഇനി അവർ സമ്മതിച്ച സ്ഥിതിക്ക് നമ്മൾ എങ്ങനെയാണ് ഈ വിവരം വിളിച്ച് പറയുക, അത് നവീനോട് എങ്ങനെയാ പറയുക, ഒരു കേസിൽ നിന്ന് എന്നെ രക്ഷിച്ചതല്ലേ, മാത്രമല്ല അനന്തപുരിക്കാരുമായിട്ട് ആ കുടുംബക്കാർക്കുള്ള ബന്ധം ഭയങ്കര വലുതാണ്, മുത്തശ്ശനും നവീൻ്റെ മുത്തശ്ശനുമായിട്ട് അതുപോലുള്ള ബന്ധമുണ്ട്, അങ്ങനെയുള്ളപ്പോൾ ഇനി നമ്മൾ ഇങ്ങനൊരു കാര്യം പറയാൻ പറ്റുമോ നന്ദു എന്ന് പറഞ്ഞ് ആകെ പാടെ ടെൻഷൻ അടിച്ച് വിഷമിക്കുകയാണ് അനി. അപ്പം നന്ദു പറയുന്നുണ്ട്, ഇത് വല്ലാത്തൊരു ചതിയായി പോയല്ലോ, അവരിനി വീട്ടിൽ വന്ന് വിവാഹാലോചന നടത്തി അച്ഛനും അമ്മയും ഒക്കെ അതങ്ങ് സമ്മതിച്ച എന്താവും, നേരത്തെ തന്നെ ആ CI സച്ചിനുമായിട്ടുള്ള വിവാഹം അവിടം വരെ എത്തിയതല്ലേ, നിശ്ചയം വരെ, ഇനിയാ ഇതും അതുപോലെ, എനിക്ക് വയ്യ അനി എന്ന് പറയാണ്. അനിയും പറയുന്നുണ്ട്, ഇത് വല്ലാത്തൊരു ട്രാപ്പിൽ നമ്മൾ പെട്ടുപോയല്ലോ എന്ന് പറയുമ്പോൾ നന്ദുവിന് നല്ല ദേഷ്യം വരിക. അനി നീയാ ഇത് ഇത്രയും വഷളാക്കിയത്, ഇക്കാര്യം നിനക്ക് നവീനോട് തുറന്നു പറയായിരുന്നു, നിന്റെ മനസ്സിൽ ഞാനാ ഉള്ളതെന്ന്, നീ എന്തിനാ അത് മറച്ചു വെച്ചത്. അനി പറയാ, ആ സാഹചര്യത്തിൽ എനിക്കത് പറയാൻ പറ്റിയില്ല, നിനക്കറിയാമല്ലോ നവീനേട്ടൻ ചെയ്തു തന്ന ഉപകാരങ്ങളൊക്കെ, അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റിയില്ലെന്ന് പറയാം. ഇനിയിപ്പോൾ വരുന്നത് സഹിച്ചോളം പറഞ്ഞ നന്ദു ദേഷ്യപ്പെട്ട് പോവാണേ. അതേസമയം നവീൻ്റെ മുത്തശ്ശനും അതുപോലെ അമ്മയും കൂടി നന്ദാവനത്തിൽ ചെല്ലുകയാണ്. ചെല്ലുമ്പം കനകയും ഗോവിന്ദനും ഉണ്ട്. അപ്പോൾ അവർക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അവരോട് പറയുന്നുണ്ട്, നവീനെ അറിയില്ലേന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കനക പറയാം, അറിയാമല്ലോ അഡ്വക്കേറ്റ് നവീനെ അറിയാം, അനിയെ കേസിൽ നിന്ന് രക്ഷിച്ച അറിയാം, ഇവിടെ വന്നിട്ടുണ്ട് അയാൾ എന്നൊക്കെ പറയുന്നുണ്ട്. അവൻ്റെ മുത്തശ്ശനും അമ്മയുമാണെന്ന് പറയാണ്. വരൂ, നിങ്ങൾ എന്താണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്, എന്താ ഇപ്പോൾ ഇങ്ങോട്ട് വരാൻ, വരൂ വന്നിരിക്കൂ എന്നൊക്കെ പറഞ്ഞ് ഇവർ രണ്ടുപേരും സ്വീകരിച്ചൊക്കെ ഇരുത്തുകയാണ്. ഇവർക്ക് സംഗതിയൊന്നും പിടികിട്ടുന്നില്ല. അപ്പോഴേക്കും മുത്തശ്ശൻ പറയാണ് ഗോവിന്ദനോടും കനകയോടുമായിട്ട്, ഞങ്ങൾ ഇതുവഴി വന്നപ്പം ഇവിടെ ഒന്ന് കയറിയെന്നേ ഉള്ളൂ, അതിന് പ്രത്യേകിച്ച് ഒരു കാരണമുണ്ട്, അതുകൊണ്ടാണ് കയറിയതെന്ന് പറയാം. അപ്പം ഗോവിന്ദൻ പറയാം, എന്താ കുട്ടികൾ തമ്മിൽ നല്ല ഫ്രണ്ട്സാണെന്ന് പറയാം. അപ്പം അവർ പറയുന്നുണ്ട്, അതെ കുട്ടികൾ തമ്മിൽ നല്ല ഫ്രണ്ട്സാണ്, അവർ തമ്മിൽ നല്ല അടുപ്പാണ്, അതുകൊണ്ടൊക്കെയാണ് ഞങ്ങളും വന്നത്, ഒരു പ്രത്യേക കാര്യം പറയാനാണ്. ഇപ്പം ഇങ്ങനെ വന്ന് പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത്, മോളെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പം കനക പറയാം, ഏയ് അവളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയാം. ഞങ്ങളൊരു വിവാഹാലോചനയായിട്ടാണ് വന്നത് മോൾക്ക്, അത് ഇവിടുത്തെ നന്ദുമോളെ ആലോചിക്കാനാണ് നവീന് വേണ്ടിയിട്ടെന്ന് പറയുമ്പം കനകയുടെയും ഗോവിന്ദൻ്റെയും കണ്ണ് തെളിയാണ്. അപ്പോൾ കനക ചോദിക്കുക, അതിന് നവീൻ അങ്ങനെ വല്ലതും പറഞ്ഞോ, നവീൻ അങ്ങനെ വല്ലതും ഇഷ്ടം ഉണ്ടായിരുന്നോ നന്ദുമോനോടെന്ന് ചോദിക്കുമ്പം മുത്തശ്ശൻ പറയാം, പിന്നെ നവീന് നല്ല ഇഷ്ടമായിരുന്നു, പിന്നെ ഇതേ ഇവളാ കുറച്ചൊക്കെ തടസ്സം നിന്നത്, ഇവക്ക് കുറച്ചുകൂടി അടങ്ങി ഒതുങ്ങി കുടുംബം നോക്കുന്ന ഒരു പെൺകുട്ടി മതി, ജോലിക്ക് പോകുന്ന ഒരു പെണ്ണ് വേണമെന്നേ ഇല്ലായിരുന്നു, അതുകൊണ്ട് കുറച്ചൊരു താല്പര്യക്കുറവ് ഇവള് കാണിച്ചെന്നേ ഉള്ളൂ എന്ന് പറയാം.
അപ്പോൾ നവീൻ്റെ അമ്മയും പറയാം, ശരിയാ, എനിക്ക് അങ്ങനെ ഒരു കുടുംബിനിയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ ഇഷ്ടം, നിങ്ങളുടെ നയന മോളെ പോലെയൊക്കെ ഉള്ള ഒരു പെൺകുട്ടി. ഇതിപ്പം ഒരു പോലീസുകാരി വക്കീലെന്നൊക്കെ പറയുമ്പം പെൺകുട്ടികൾക്ക് ഇച്ചിരി തൻ്റെ ഇടം കൂടുതലാവില്ലേ? അതൊന്നും എനിക്ക് അംഗീകരിക്കാൻ അത്ര ബുദ്ധിമുട്ടായതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ മോൻ്റെ ഇഷ്ടം അതായതുകൊണ്ട് ഞാനതങ്ങ് സമ്മതിച്ചു എന്ന് പറയാം. അപ്പോൾ കനക പറയാ, അയ്യോ നന്ദു മോനെ ഞങ്ങൾ നല്ല ഇതിലാണ് വളർത്തിയത്, അവൾക്ക് അല്പം എടുത്തുചാട്ടമൊക്കെ ഉണ്ട്, അവൾക്ക് കരോട്ടെ അതുപോലുള്ള കാര്യങ്ങളിലായിരുന്നു നേരത്തെ താല്പര്യം. അങ്ങനെ അവളൊരു ആഗ്രഹപ്രകാരം SI ആയി മാറിയെന്നേ ഉള്ളൂ. പക്ഷേ നയന മോളെ പോലെയൊക്കെ തന്നെയാണ്, നല്ല സ്വഭാവമാണ് കുട്ടിയുടെ. അവളെ വീട്ടിൽ എന്തുകൊണ്ട് വിവാഹം കഴിച്ച് കൊണ്ടുപോകാൻ പറ്റാത്ത സ്വഭാവമൊന്നും അല്ല കേട്ടോ എന്ന് പറയുമ്പോൾ അവർ പറയും, ഏയ് ഇനിയിപ്പോൾ അങ്ങനെ ആണെങ്കിലും കുഴപ്പമില്ല, അവന് നന്ദു മതി എന്നാണ് പറയുന്നത് എന്ന് പറയുക. അപ്പം ഗോവിന്ദനും പറയാണ്, അത് നിങ്ങളൊക്കെ വലിയ വലിയ ആൾക്കാരല്ലേ, നിങ്ങളുടെ കുടുംബ മഹിമയൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. പക്ഷെ ഞങ്ങളെക്കുറിച്ച് നിങ്ങൾ ശരിക്കും അന്വേഷിച്ചോന്നറിയില്ല. ഞങ്ങൾക്ക് നന്ദുമുന് തരാനായിട്ട് ഒന്നുമില്ല, ഞങ്ങളൊന്നും വെച്ചിട്ടില്ല. 3 പെൺകുട്ടികളായിരുന്നു ഉള്ളത്, 2 പേരും അനന്തപുരിയിലെ മരുമക്കളായി മാറി. അതിൻ്റെ പേരിൽ ഞങ്ങൾ കുറേ പഴി കേൾക്കേണ്ടി വന്നു. ഇതിപ്പം നന്ദുവിൻ്റെ കാര്യത്തിലും അങ്ങനെ ആവരുതെന്ന് നിർബന്ധമുണ്ട്. ഞങ്ങൾക്ക് വലിയ സാമ്പത്തിക സ്ഥിതിയൊന്നുമില്ല, നന്ദുവിനൊരു ജോലിയുണ്ട്, നല്ല സ്വഭാവമാണ്, അതൊക്കെ ഉള്ളൂ എന്ന് പറയാം. അപ്പം നന്ദുവിൻ്റെ മുത്തച്ഛൻ പറയാം, ഞങ്ങൾ അധികം സാമ്പത്തികമുള്ള ഒരു പെൺകുട്ടിയൊന്നും അല്ല ആലോചിച്ചത്, നല്ല കുടുംബത്തിൽ ജീവിക്കാൻ പറ്റുന്ന പെൺകുട്ടി. ഇതിപ്പം ഞങ്ങളുടെ മോന് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടി, അതുകൊണ്ട് നമുക്ക് ഈ വിവാഹം അങ്ങ് ഉറപ്പിക്കാം, കുട്ടികൾ തമ്മിൽ കണ്ട് ഇഷ്ടപ്പെട്ടതല്ലേ എന്ന് പറയുമ്പം കനക പറയാം, എന്നിട്ട് അവൾ ഒരു വാക്ക് പോലും ഇവിടെ പറഞ്ഞില്ലല്ലോ എന്ന് പറയാണ്. അപ്പം ഉടനെ തന്നെ മുത്തശ്ശനും പറയാം, ഇപ്പോഴത്തെ കുട്ടികളല്ലേ അതൊന്നും പറയില്ല, അവൻ ഈ വിവാഹം ആലോചിച്ചതിന് ശേഷം ഇവിടെ പറഞ്ഞാൽ മതി എന്നാണ് പറഞ്ഞത്, അപ്പം നമുക്കതങ്ങ് തീരുമാനിക്കാമെന്ന് പറയുമ്പം മൂർത്തി സാറിനോട് കൂടിയൊക്കെ ആലോചിക്കണമെന്ന് ഗോവിന്ദൻ പറയാണ്. അതൊക്കെ മതി, മൂർത്തി സാറ് ഒരിക്കലും ഇതിനൊരു എതിരഭിപ്രായം പറയില്ല, ഞങ്ങളുടെ 2 കുടുംബങ്ങൾ തമ്മിൽ അതുപോലെ നല്ല അടുപ്പത്തിലാണെന്നൊക്കെ പറയാണ്. അങ്ങനെ ഏകദേശം അവർ വിവാഹമൊക്കെ ഉറപ്പിച്ച മട്ടായി. നന്ദു വൈകിട്ട് തിരിച്ചു വരുക, വീട്ടിലേക്ക് വന്ന് കയറുകയാണ് കേട്ടോ. നന്ദുവിന് മനസ്സിൽ നല്ല ടെൻഷനുണ്ട്. അപ്പം കനക പറയാണ്, എടി അവിടെ നിന്നെടി, ഒരു കാര്യം ചോദിക്കട്ടെ. അപ്പം നന്ദു ചോദിക്കുക, എന്താ അമ്മേ എന്താ? അല്ല, നീ പല കാര്യങ്ങളും ഇപ്പോൾ വീട്ടിൽ പറയുന്നില്ലല്ലേ? കൊള്ളാം, ഞങ്ങൾ ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞു. എന്താന്ന് പറ. അല്ല, നിനക്ക് ആ നവീനുമായിട്ട് ഇഷ്ടമായിരുന്നല്ലേ? നവീൻ്റെ വീട്ടിൽ നിന്ന് അവൻ്റെ മുത്തശ്ശനും അമ്മയും കൂടി വന്ന് വിവാഹാലോചന നടത്തി. ഞങ്ങൾക്ക് താല്പര്യക്കുറവൊന്നുമില്ല, ഞങ്ങളും അതിനങ്ങ് സമ്മതിച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും കൊള്ളാം, നീ അമ്പടി കള്ളി, ഞങ്ങളോർത്തു നിന്റെ മനസ്സിൽ ഇപ്പോഴും അനിയായിരിക്കുമെന്ന്. നവീൻ നല്ലൊരു പയ്യനാ, എന്തായാലും ഇത് നമുക്ക് നടത്തണം. ഇതിൻ്റെ പേരിൽ ഇനി ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ലെന്ന് പറയുമ്പം നന്ദു പറയാം, അമ്മ എന്താ പറയുന്നത്? എനിക്ക് ഈ വിവാഹമൊന്നും വേണ്ടാന്ന് പറയാ. എന്താ നീ പറഞ്ഞത്? പല വർത്തമാനം പറയുന്നു, നവീനുമായിട്ട് ഇഷ്ടമാണെന്നും അതുകൊണ്ടല്ലേ അവരുടെ വീട്ടുകാർ ഇവിടെ അന്വേഷിച്ച് വന്നതും വിവാഹം ഉറപ്പിച്ചതും ഒക്കെ. നിനക്ക് ഇഷ്ടമാണല്ലോ എന്ന് വെച്ചാൽ ഞാനും അച്ഛനും വാക്ക് കൊടുത്തു, ഇനി ഇതിനൊരു മാറ്റം ഉണ്ടാകാൻ പാടില്ല, ഈ വിവാഹം തന്നെ നടക്കണമെന്ന് പറയാണ്. അപ്പം നന്ദു ആകെ വിഷമിച്ച് അകത്ത് പോവുക. എന്നിട്ട് അനിയെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ പറയാം. അപ്പം അനി പറയുന്നുണ്ട്, എന്ത് ചെയ്യാൻ, ഇതിപ്പോൾ ഇങ്ങനെ ആയിപ്പോയി, എന്ത് ചെയ്യാനാന്നൊക്കെ പറയാം. ഒന്നും പറയാനില്ലല്ലോ എന്ന് പറയാം. അങ്ങനെ ഏകദേശം ആ വിവാഹമൊക്കെ ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവരുടെ വീട്ടുകാർ സമ്മതിച്ചു, ഇവർ സമ്മതിച്ചു. അങ്ങനെ വിവാഹത്തിന് നയനിയും ആദർശവും എല്ലാവരും സമ്മതിച്ചു. അനിക്ക് ഭയങ്കര വിഷമമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ജലജയ്ക്ക് അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ജലജയ്ക്ക് നല്ല ദേഷ്യത്തിലല്ലേ ജലജ. അപ്പം ഓർക്കുവാണ്, ഈ വിവാഹം നടക്കാൻ പാടില്ല. അങ്ങനെ നവീനെ പോലുള്ള ഒരുത്തനെ അതുപോലൊരു കുടുംബത്തിലേക്ക് നന്ദു എന്ന് പറയുന്ന അവൾ ചെന്ന് കയറാൻ പാടില്ല. കാരണം എൻ്റെ മോൻ അബിയെ ഇവിടുന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി ലോക്കപ്പിലിട്ട് തല്ലി ചതച്ചവളാ. ഈ വിവാഹം അവളുടെ മുടങ്ങണം, അത് ഞങ്ങൾ മുടക്കും എന്ന് വിചാരിക്കുകയാണ്. ജലജ അബിയോടാണ് പറയുന്നത്. അപ്പോൾ അബിയും പറയുന്നുണ്ട്, അത് ഞാൻ ഏറ്റു. അതെങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ ജലജ പറയാണ്, ഞാൻ അവൻ്റെ അമ്മയെ വിളിച്ച് ചില കാര്യങ്ങളൊക്കെ അവളെക്കുറിച്ച് അങ്ങ് പറഞ്ഞേക്കാം, അപ്പോൾ കുഴപ്പമില്ലല്ലോ. അനിയും അവളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നല്ല രീതിയിൽ അങ്ങ് അടിച്ചു കയറ്റാം. അല്ലെങ്കിൽ തന്നെ നവീൻ്റെ അമ്മയ്ക്ക് അതിനോട് താല്പര്യമില്ലായിരുന്നു. അപ്പം പിന്നെ ഇതുകൂടെ കേൾക്കുമ്പം താല്പര്യം ഒട്ടും ഇല്ലാണ്ടായിക്കോളൂ എന്ന് പറയാം. അപ്പോൾ അനിയും ഉടനെ അബിയും പറയുന്നുണ്ട്, ഞാനാണെങ്കിൽ ഒരു പെണ്ണിനെ ഇറക്കാം, ഈ നവീന് ബന്ധമുണ്ടെന്ന് പറഞ്ഞ് ഒരുത്തി ഇറങ്ങിയേക്കാം, അവൾ ചെന്ന് ഈ വിവരം ആദർശിനോട് പറയട്ടെ. അങ്ങനെ നവീനൊരു മറ്റൊരു അവിഹിതമുണ്ടെന്നറിയുമ്പം ആദർശും ഇതിന് സമ്മതിക്കില്ല എന്ന് പറയാം. അങ്ങനെ വിവാഹത്തിൻ്റെ തലേ ദിവസം ആവുകയാണ്. തലേ ദിവസം ആയി കഴിയുമ്പോഴേക്കും എല്ലാ ഒരുക്കങ്ങളും നടന്ന് എല്ലാവരും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ തലേ ദിവസം തന്നെ ഒരു പെണ്ണ് ചെല്ലുകയാണ്. ചെന്നിട്ട് ആദർശിനോട് പറയുന്നുണ്ട്, നിങ്ങളുടെ ഭാര്യയുടെ അനിയത്തി നന്ദുവിന് വിവാഹം കഴിക്കാൻ പോകുന്ന നവീനുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്, നവീൻ്റെ മുൻ കാമുകിയാണ് ഞാനെന്നൊക്കെ പറയുമ്പോൾ ആദർശ് വിശ്വസിക്കുന്നൊന്നുമില്ല, ഇതൊക്കെ വെറും തട്ടിപ്പാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിനുശേഷം ആദർശിനും മനസ്സിലൊരു ടെൻഷനൊക്കെ ആവുകയാണ്.
അങ്ങനെ വിവാഹ ദിവസമൊക്കെ ആകും. അപ്പോൾ കനക് ഇത് നേരത്തെ തന്നെ ജലജ വിളിച്ച് നവീൻ്റെ അമ്മയോട് പറഞ്ഞു. രാവിലെ തന്നെ പറഞ്ഞിരിക്കുകയാണ്, നന്ദുവിൻ്റെ കാര്യങ്ങളൊക്കെ, നന്ദു വളരെ മോശം പെൺകുട്ടിയാണ്, അനിയുമായിട്ട് ഇപ്പോഴും ബന്ധം പുലർത്തുന്നുണ്ട്, നന്ദുവും അനിയും തമ്മിലുള്ള ബന്ധം കാരണമാണ് അനാമിക ഡിവോഴ്സായി പോയതെന്നും എല്ലാം പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. ജലജ ഒന്നിനൊന്ന് കൂട്ടി. അതോടുകൂടി നവീൻ്റെ അമ്മ പറയാണ്, ഇല്ല നടക്കില്ല, ഈ വിവാഹം നടക്കില്ല, നന്ദുവിൻ്റെ സ്വഭാവം ശരിയല്ല, അതുപോലെ ഒരുത്തി ഇവിടെ കൊണ്ടുവരാൻ പറ്റില്ല, എന്ത് വില കൊടുത്തോ ഈ വിവാഹം മുടങ്ങണം എന്ന് തന്നെ അവർ പറയാണ്. ആ സമയത്താണ് ഈ സംഗീത എന്ന് പറയുന്ന പെണ്ണ്, അതായത് നവീനുമായിട്ട് ബന്ധമുണ്ടെന്ന് പറയുന്ന പെണ്ണ് വിവാഹ മണ്ഡപത്തിൽ ചെന്ന് ആദർശിനോടും ഈ കാര്യം പറയാണ്. അപ്പോൾ ആദർശൻ ഇത് കേൾക്കുമ്പോൾ പിന്നെയും ടെൻഷൻ ആവുകയാണ്. ആ കൂടത്തിൽ തന്നെ വിവാഹാലോചന വേണ്ടാന്ന് വിളിച്ച് പറയുകയാണ് കേട്ടോ നവീൻ്റെ അമ്മ. ഈ വിവാഹം നടക്കില്ല എന്ന് പറയുക. അപ്പം നവീൻ പിന്നെ ആദർശിനെ വിളിച്ച് സംസാരിക്കുമ്പോൾ ആദർശിന് ദേഷ്യം വരും. ആദർശ് പറയാ, നീ കൂടുതലൊന്നും സംസാരിക്കണ്ട, കാരണം നിന്നെ അന്വേഷിച്ച ഒരു പെൺകുട്ടി വന്നിട്ടുണ്ട്, ഇതിലെന്തെങ്കിലും സത്യം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുക. നീ നന്ദുമായിട്ടുള്ള വിവാഹം നടക്കാൻ പോകുന്നില്ലെന്ന് പറയുന്നത്. അങ്ങനെ വിവാഹ സ്ഥലത്ത് അനി നല്ല വേഷത്തിലൊക്കെ വന്നിരിക്കുക. അപ്പോൾ അനിയെ കാണുമ്പോൾ നയനിക്കൊരു ടെൻഷനുണ്ട് കേട്ടോ. ഇനി അനിക്കും നന്ദുവും കൂടെ ഇഷ്ടമല്ലേ, അതുകൊണ്ട് ഇവൻ എന്തിനാ വന്നതെന്നുള്ള രീതിയിൽ. അതേസമയം ഈ വിവാഹം മുടങ്ങി കഴിയുമ്പോൾ നമ്മുടെ അനിയെ കൊണ്ട് തന്നെ നന്ദുവിനെ വിവാഹം കഴിപ്പിക്കുകയാണ് ആദർശ്. ആദർശ് പറയുന്നുണ്ട്, നീ താലി കെട്ട്, ആ മുഹൂർത്ത സമയത്ത് തന്നെ നന്ദുവിൻ്റെ കഴുത്തിൽ നീ താലി കെട്ടണം എന്ന് പറയുക. അപ്പോൾ കനകയും ഗോവിന്ദനും ജാനകി എല്ലാവരും എതിർക്കാണ്. ഇതെന്താ ഇങ്ങനെ, ഇത് നടക്കില്ല, ആദർശ് ഇങ്ങനെ നിർബന്ധിച്ച് ഒന്നും ചെയ്യിപ്പിക്കാൻ പറ്റില്ല. നവീനുമായിട്ടുള്ള വിവാഹ ബന്ധം ഉറപ്പിച്ച് വെച്ച് ഇപ്പോൾ വരൻ്റെ വീട്ടുകാർ വരുമ്പോൾ എന്ത് പറയുമെന്ന് ചോദിക്കുമ്പോൾ ആദർശ് പറയുക, അവരൊന്നും ഇനി വരാൻ പോകുന്നില്ല, ഈ വിവാഹം മുടങ്ങി, അവർക്കിതിന് താല്പര്യമില്ല എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ദേ ആ നവീൻ്റെ കാമുകയാണെന്ന് പറഞ്ഞ് ഒരുത്തി പുറത്ത് വന്ന് നിൽപ്പുണ്ട്. ഇനിയും അനി വിവാഹം കഴിക്കണ്ടേന്ന് ചോദിക്കുക. അനി തന്നെ വിവാഹം കഴിച്ചു, അതായിരിക്കും ദൈവനിശ്ചയെന്ന് പറഞ്ഞ് അനി തന്നെ താലി കെട്ടുകയാണ് കേട്ടോ നന്ദുവിൻ്റെ കഴുത്തിൽ. അത് ജാനകിക്കും അതുപോലെ കലയ്ക്കും ഗോവിന്ദനും ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ അനി നന്ദുവിൻ്റെ കഴുത്തിൽ താലി കെട്ടുന്നുണ്ട്. അതിനുശേഷം കുറേ പ്രശ്നങ്ങൾ ഇനി ഉണ്ടാകുകയാണ്. വീട്ടിൽ ചെന്ന് കയറുമ്പോഴും അവരുടെ ജീവിതത്തിലൊക്കെ നല്ല രസമുള്ള എപ്പിസോഡുകളാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്